ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അത് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. തിരക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് ബേസ്ഡായിട്ടുള്ള തിരക്കുകളല്ല, കുറച്ച് ട്രാവലിങ്ങിലൊക്കെ ആയിരുന്നു. നമുക്ക് വർക്ക് മാത്രം പോരല്ലോ, നമുക്ക് ലൈഫ് കുറച്ച് എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ബിസി ലൈഫിൽ നിന്ന് ഇടയ്ക്കൊന്ന് മാറി നിന്ന് കുറച്ച് ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കും. ഇപ്പോൾ ട്രേഡിംഗ് പോലത്തെ കരിയറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മൈൻഡ് റീഫ്രഷിംഗ് ആണുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എക്സോസ്റ്റഡ് ആയി പോകും. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ മൈൻഡിന് റീഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക, കുറച്ച് നാളൊന്ന് കറങ്ങാൻ പോകുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് കുറച്ചൊന്ന് റീഫ്രഷ് ആകും. അപ്പോൾ വീണ്ടും നമുക്ക് അടിപൊളിയായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിത് ട്രേഡിംഗ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ മൈൻഡിനെ ഹെൽത്തി ആക്കി വെക്കാം എന്നുള്ളതാണ്. അതായത് ട്രേഡിങ്ങിൻ്റെ സമയത്ത് മാത്രമല്ല, ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് എടുക്കുക, കുറച്ച് നേരം കറങ്ങാൻ പോവുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിന് കുറച്ച് റീഫ്രഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതും ട്രേഡിംഗ് സൈക്കോളജിയുടെ ഭാഗമാണ്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സിനും ലോസ് ആയിട്ടുള്ള ട്രേഡേഴ്സിനും ഒരുപാട് ബെനിഫിറ്റ് തരുന്നൊരു സംഭവമാണ് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത്. ഒരു 1-2 മാസത്തേക്ക് ബ്രേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റ് നല്ല രീതിയിൽ ചേഞ്ച് ആവും. അതാകുമ്പോൾ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് പോകാനും പറ്റും. നമ്മുടെ ട്രേഡിംഗ് ലൈഫ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഒരു ബ്രേക്കിന് ശേഷം വന്നുകൊണ്ട് ഉറപ്പായിട്ടും ഞാനൊരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കോട്ട് പോകാതെ റീഫ്രഷിംഗ് ആയിട്ട് കാര്യം തന്നെ പറയാം. അതായത് എൻ്റെ ട്രേഡിംഗ് കരിയറിലെ എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ കേൾക്കണോ വേണ്ടെന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ട്രേഡിംഗ് എന്ന് പറയുമ്പം എല്ലാവരും കാണുന്ന പോലെ നമ്മൾ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നു, ബൈ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, വളരെ സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ഇതല്ല, അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനം നമ്മൾ ആവശ്യമുണ്ട്. ഒരുപാട് സ്ട്രഗിളിലൂടെ നമ്മൾ കടന്നു പോയി നമ്മുടെ സൈക്കോളജിക്കലി ആൻഡ് എല്ലാ രീതിയിലുള്ള ചേഞ്ചസും നമ്മൾ വരുത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകത്തുള്ളൂ. അപ്പം ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ സമയത്ത് ട്രേഡിങ്ങിനെ പറ്റി അതിന് ശേഷമൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ BSc ഫിസിക്സ് ആണ് പഠിച്ചത്. പക്ഷേ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എൻറ്റയർലി സയൻസുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സംഭവമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ് കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വൂൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. അപ്പോൾ ആ സിനിമ കണ്ടപ്പോഴത്തേക്കാണ് ഈ ഷെയർ മാർക്കറ്റ് എന്നുള്ള സംഭവത്തെ പറ്റി നമുക്കൊരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായത്. അതായത് ഇതെന്താണ്, ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത്. പക്ഷേ അതിന് മുന്നേ ചെറുപ്പത്തിലൊക്കെ പത്രം വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, സെൻസെക്സ് ഇടിഞ്ഞു, സെൻസസ് കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് നിഫ്റ്റി ഉണ്ടോയെന്ന് ഓർക്കുന്നില്ല, പക്ഷേ സെൻസസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാം. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ എന്താണ്, ഷെയർ മാർക്കറ്റ് എന്താണെന്നൊക്കെ മനസ്സിലായത് ഡിഗ്രിക്ക് ശേഷമാണ്. അപ്പോൾ അതിനുശേഷം യൂട്യൂബിലൊക്കെ പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഷെയർ മാർക്കറ്റ് എന്ന സംഭവമുണ്ട്. അത് വെച്ച് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, കമ്പനീസിൻ്റെ ഷെയർസൊക്കെ വാങ്ങിക്കാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലായത്. അപ്പോഴും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് ബ്രോക്കർ വഴിയാണ് ചെയ്യേണ്ടത്, ഏറ്റവും നല്ല ബ്രോക്കർ ഏത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒരു ബ്രോക്കർ തന്നെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെ വീണ്ടും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ ഇംഗ്ലീഷുകാരുടെ വീഡിയോ ഉണ്ട്. അവരുടെ വീഡിയോസൊക്കെയാണ് അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ കൂടുതലും ഈ ഫോറക്സ് മാർക്കറ്റിനെ പറ്റിയൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. പിന്നീട് അതൊക്കെ കണ്ട് കുറേ വീഡിയോസൊക്കെ കണ്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും യൂട്യൂബ് സെർച്ച് ചെയ്യപ്പോൾ മനസ്സിലായി. അതായത് മെയിനായിട്ടുള്ള സംഭവം മൊത്തം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത്. അങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന സംഭവത്തെ പറ്റി പിന്നീട് ഒരു വീഡിയോക്കകത്ത് മനസ്സിലായത്. അതേതോ ഹിന്ദിക്കാരുടെ വീഡിയോ ആയതുകൊണ്ടായിരുന്നു കണ്ടത്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ടെക്നിക്കൽ ടൈംസ് ഒന്നും അന്നൊന്നും മനസ്സിലായൊന്നുമില്ല. പിന്നെ അതിനുശേഷം പിന്നെ കുറേ ആൾക്കാരെ വീഡിയോ ഒക്കെ കണ്ടു. അപ്പം ജസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യമൊക്കെ മനസ്സിലായി. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ആക്കി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പിന്നെ ട്രേഡൊക്കെ ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് ബ്രോക്കറിനകത്ത് പൈസ ഇട്ടു, എന്നിട്ട് ജസ്റ്റ് 1-2 സ്റ്റോക്സ് ഒക്കെ വാങ്ങാൻ തുടങ്ങി. അപ്പോൾ അന്നും ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ അങ്ങനെയൊക്കെ പോയി. പിന്നെ കൊറോണയ്ക്ക് ശേഷം മാർക്കറ്റിൽ നല്ലൊരു ബൂം ഉണ്ടായി. അതായത് നല്ല രീതിയിൽ മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്സുകളും മേലോട്ട് പോയിട്ടുണ്ട്. നല്ല രീതിയിൽ 1-1.5 വർഷത്തേക്ക് നല്ലൊരു റാലി മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് കൂടുതൽ ആൾക്കാർക്കും ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയത്. അതായത് ഷെയർ മാർക്കറ്റിനെ പറ്റി ഒന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ പോലും ഏതെങ്കിലും ഷെയറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയറിലെല്ലാം നല്ല റിട്ടേൺ തന്നൊരു സമയമാണ് 2021 വരെയുള്ള കാലഘട്ടം. 21-22 തോന്നുന്നു. അപ്പം അത്രയും ഒരു ഹ്യൂജ് റിട്ടേൺ കിട്ടിയതിന് ശേഷമാണ് പല ആൾക്കാർക്കും ഷെയർ മാർക്കറ്റ് വലിയൊരു സംഭവമാണ്, ഇതിന് ഇത്ര പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ട് എനിക്ക് കുറച്ച് പ്രോഫിറ്റൊക്കെ ഉണ്ടായ സമയത്ത്. അതിനുശേഷമാണ് ഞാൻ ഓപ്ഷൻസിലോട്ട് വന്നത്. ഓപ്ഷൻസിലോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ലോസൊക്കെ ഉണ്ടായി തുടക്കത്തിലൊക്കെ. ഹൈലി ഫ്ലക്ച്വേഷൻ കാരണം ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ച സ്ഥലത്തൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇടാതെ വെച്ചിട്ടുള്ള സമയത്തൊക്കെ ഇഷ്ടംപോലെ ലോസും ഉണ്ട്. അപ്പം ഓപ്ഷൻസിലോട്ട് കയറിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ പൈസയുടെ 90% പൈസ ഓപ്ഷൻസിൽ കൊണ്ട് കളയേണ്ട ഗതികേട് വന്നു. അപ്പോഴാണ് നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി എന്നൊരു ആശയത്തെപ്പറ്റി മനസ്സിലാക്കിയത്. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഈ നഷ്ടപ്പെട്ടു പോയ പൈസയെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി റിവെഞ്ച് ട്രേഡ് എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ കണ്ടിട്ട് കൃത്യമായിട്ട് അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ഒന്ന് ചിന്തിച്ചു. അതിനുശേഷമാണ് സൈക്കോളജിയെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും എന്നുള്ളത് പിന്നീട് മനസ്സിലായി. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യം ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് മെൻ്റലി സ്റ്റേബിൾ ആകാൻ പറ്റുന്നത്,
ഒരു ലൂസിങ് ട്രേഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അത് റൈഡ് ചെയ്യണോ വേണ്ടേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൈക്കോളജി ബേസ്ഡ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റിയത്. സൈക്കോളജി പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സ്ട്രിക്റ്റ് റൂൾസ് കൊണ്ടുവന്നു. ആ റൂൾസ് നമ്മൾ ബ്രേക്ക് ചെയ്യാതെ സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ഷെയർ മാർക്കറ്റിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആ ഒരു സംഭവം നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രിക്റ്റ് റൂൾസും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ തന്നെ നമ്മുടെ റൂൾസ് വയലേറ്റ് ചെയ്യും. കാരണം നമ്മളെ കൺട്രോൾ ചെയ്യാൻ ലോകത്ത് ഏറ്റവും പാട് നമുക്ക് തന്നെയാണ്. വേറെ ഒരാൾ നമ്മളോട് പറയണ ഉറപ്പായിട്ടും നമ്മളെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ നമ്മളോടൊരു കാര്യം പറഞ്ഞ് ചെയ്യാമെന്ന് വെച്ചാൽ വലിയ പാടാണ്. അപ്പോൾ നാളെ രാവിലെ എഴുതിയിട്ട് ജിമ്മിൽ പോകണമെന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് മാറും. ജിമ്മിൽ പോകണ്ട, അല്ലെങ്കിൽ നാളെ പോകാം. അപ്പം ഈ പ്രോക്കാസിനേഷൻ പോലത്തെ പരിപാടിയുണ്ടല്ലോ, പിന്നീടത്തേക്ക് മാറ്റി വെക്കേണ്ട ടെൻഡൻസിയൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പം നമ്മളെ തന്നെ പ്രോസസ്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ. അപ്പം നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം നമുക്ക് ഒരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സത്യം അപ്പോഴാണ് പല ആൾക്കാർക്കും മനസ്സിലാകുന്നത്. എനിക്കും അപ്പോഴാണ് മനസ്സിലായത്. അത് അത്രമാത്രം ബുദ്ധിമുട്ട് പിടിച്ചൊരു പരിപാടിയാണ്. നമ്മൾ കൃത്യമായിട്ടൊരു കാര്യങ്ങൾ നമ്മൾ തന്നെ ഷെഡ്യൂൾ വെച്ച കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യാൻ പറ്റാതെ വരും. പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നഷ്ടപ്പെട്ട പൈസകളൊക്കെ ഷെയർ മാർക്കറ്റ് തിരിച്ചു പിടിക്കാനും ഇതിനകത്തൊരു നല്ല കരിയർ ഉണ്ടാക്കിയെടുക്കാനും പറ്റത്തുള്ളൂ. അപ്പം അത് അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പം കൺട്രോൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഒന്ന് ഫ്ലോയിൽ എത്തിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തുടക്കത്തിലൊക്കെ ഭയങ്കര പാടായിരുന്നു നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി. വലിയ പാടായിരുന്നു. ഒരു ട്രേഡിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും പല ചിന്തകൾ വന്നിട്ട് നമ്മൾ ചിലപ്പോൾ എക്സിറ്റ് ആവുക. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കത്തില്ല ട്രേഡുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ അതിനൊറ്റ ഒരു സൊല്യൂഷനേ ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു സ്വഭാവം കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് മൈൻഡ് എന്ന് പറയുമ്പോൾ അത്ര അൺസ്റ്റേബിൾ ആയിട്ടുള്ള സംഭവമാണ് നമ്മളെല്ലാം. അപ്പോൾ ആ മൈൻഡിനെ നമുക്കൊന്ന് കാമാക്കിയിട്ട് കൃത്യമായി ലോജിക്കലി കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൺട്രോൾ വേണം. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇന്നൊരു വീഡിയോ കണ്ടിട്ടോ നാളെ രാവിലെ ചെയ്തുകൊണ്ടോ നമുക്കൊന്നും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സംഭവം ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ ഒരു സംഭവം ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു സംഭവം ഒരു ശീലമായിട്ട് മാറത്തുള്ളൂ. അപ്പം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സംഭവത്തെ നമുക്ക് ശീലമാക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഇതാണ്. നമ്മൾ എങ്ങനത്തെ ഒരു രീതിയിലാണോ നമ്മുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത് ആ രീതിയിൽ നമുക്കൊരു ഹാബിറ്റാക്കി മാറ്റാൻ നോക്കുക. അതായത് ഒരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവസ്ഥയിലോട്ട് നമ്മൾ വരും. അപ്പം പിന്നെ അത് ഹെൽത്തി ഹാബിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ബെനിഫിറ്റ് ഉണ്ടാകും. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം ജിമ്മിൽ പോകുന്നത് നിങ്ങളുടെ ഹാബിറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രസ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജിമ്മിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രോഗ്രസ് ഉണ്ടായിരുമ്പോഴത്തേക്കും അതൊരു ഹാബിറ്റായി മാറും. അതൊരു ഹാബിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളത് കുറച്ച് അഡിക്ഷൻ ആയി പോകും അതിലോട്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ടാണ് കൊണ്ടുവരേണ്ടത്. എല്ലാ സംഭവങ്ങളും നമുക്ക് ട്രെയിനിങ്ങിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. സക്സസ് എപ്പോഴും ഉണ്ടാകണം നമുക്ക് ട്രെയിൻ ചെയ്യണം. മൈൻഡിനെ അതുപോലെ ട്രെയിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ലോസിലാണെങ്കിലും ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് എന്നല്ല ഏതൊരു കരിയർ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ ഒരു ജോലി എന്ന് പറയുന്നത് 95 ജോബ് അല്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് ഇതിനകത്ത് ഫുൾ കൺട്രോൾ നമ്മളാണ് ചെയ്യുന്നത്. മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ബോസ് ഉണ്ട്, നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ലേ ഉറപ്പായിട്ട് നമ്മളെ അവിടെ നിന്ന് ഫയർ ചെയ്യും. അപ്പം നമുക്ക് ഒരാൾ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾ വരുന്നതുകൊണ്ട് നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ജോലിയിൽ അത്ര പെർഫെക്ഷനോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മളാണ് നമ്മുടെ ബോസ്. അതായത് നമ്മളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട. അപ്പം നമ്മളങ്ങനെ നമ്മളൊരു മടിയൻ മനസ്സുണ്ട് നമുക്ക്. അപ്പോൾ ആ മടിയൻ മനസ്സ് നമ്മളെ ഡോമിനേറ്റ് ചെയ്യാതെ നമ്മുടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മൈൻഡ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. വായിക്കണമെങ്കിൽ വായിക്കുക, ഒരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാതിരിക്കുക. അതായത് കണ്ടമാനം നമ്മൾ നോയ്സ് നമ്മുടെ മനസ്സിലോട്ട് കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഡിസ്ട്രാക്ട് ആയിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് എന്ന് പറഞ്ഞത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ഇപ്പം പുതിയ പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയുന്നു, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്നൊരു യൂഫോറിയൊക്കെ ഉണ്ടാകുന്നു. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ തലച്ചോറിനകത്ത് ഡോപ്പമിൻ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ റീൽസ് കാണുമ്പോൾ വീണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാനുള്ള പ്രവണത നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല അതിനകത്ത് നിന്ന് ഹൈ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള സംഭവം വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നീടത്തേക്ക് മാറ്റി വെക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാമായിരുന്നെങ്കിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരും. അതുകൊണ്ട് ട്രേഡിംഗ് പോലത്തെ കരിയറിൽ നിങ്ങൾ ശോഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ കുറയ്ക്കുക. ഇതെല്ലാം നമ്മുടെ സൈക്കോളജി അഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അതായത് നമുക്ക് പെട്ടെന്ന് പ്ലഷർ കിട്ടുന്ന സംഭവമാണ് റീൽസ് ഒക്കെ കാണുന്നത് പറഞ്ഞത്. അപ്പം പെട്ടെന്ന് പ്ലഷർ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് സ്ലോ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ മൈൻഡിനെ ഒന്ന് സ്റ്റേബിളാക്കി നിർത്താൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കാണുന്ന വീഡിയോയുടെ ദൈർഘ്യം പോലും നമ്മുടെ മൈൻഡ് സെറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
ഇതിപ്പോൾ ഞാൻ പറഞ്ഞതല്ല, പുതിയ പഠനങ്ങളൊക്കെ വെച്ചിട്ട് പല ആൾക്കാരും പറഞ്ഞതാണ് സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ, അതായത് റീൽസ് കാണുന്നെന്ന് പറഞ്ഞത്. റീൽസ് ആണെന്ന് മെയിനായിട്ട് പറഞ്ഞു. റീൽസ് കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ഒരുപാട് ഡിസ്ട്രാക്ട് ആക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി ഈ സംഭവത്തിന് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും സെലക്റ്റീവായിട്ട് വീഡിയോസ് കാണുക. അതായത് നമുക്ക് ഉപയോഗമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസ്, അങ്ങനെ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസ് മാത്രം നിങ്ങൾ സെലക്റ്റീവായിട്ട് കാണുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല ഈ യൂഫോറിയ കൊണ്ടായിട്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഭയങ്കര ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോകത്തുമില്ല. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും മറ്റു സൈഡിൽ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രേഡിങ്ങിനായിട്ട് പ്രത്യേക സൈക്കോളജി ഒന്നുമില്ല. അതായത് മൊത്തത്തിലുള്ള ഒരു സൈക്കോളജിയാണ്. അപ്പോൾ ആ സൈക്കോളജി താറുമാറാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങൾ ട്രേഡിംഗ് സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്, റിയൽ മാർക്കറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇതുപോലത്തെ കാര്യങ്ങളിലോട്ട് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങളുടെ ആ ട്രേഡിംഗ് സൈക്കോളജി തന്നെ അഫക്റ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തിന് മുന്നേ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ്. അതായത് നമുക്ക് നല്ലൊരു ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ റീൽസ് കാണാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റീൽസ് കണ്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ആ ഉറക്കം കൃത്യമായിട്ട് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങേണ്ട ഒരു സമയം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് നമുക്ക് ആ ഉറക്കം നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള സംഭവം, നമുക്ക് നാച്ചുറലി ഉറക്കം വരുന്ന സംഭവം നമ്മൾ മാറ്റി വെച്ചിട്ട് ഇത് കാണുമ്പോഴത്തേക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺസിനെ അഫക്റ്റ് ചെയ്യും. നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജി അഫക്റ്റ് ചെയ്യും. ഇതെന്ന് പറയുമ്പോൾ ചിട്ടയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ സൈക്കോളജി ഒക്കെ ഒന്ന് സെറ്റായി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം നമ്മൾ കൺട്രോൾ വരുത്തണം. തുടക്കത്തിലൊന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു വഴി എന്ന് പറഞ്ഞാൽ ഇതിന് ടൈം മാനേജ്മെൻറ്റ് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ നിങ്ങൾ റീൽസ് കാണണം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ട്, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കാണുക, അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഫോൺ മാറ്റി വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ആ ഒരു ശീലം കുറഞ്ഞു വന്നോളും. പിന്നെ അതിന് വേറൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രം കാണുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രം കാണുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് പോകത്തില്ല, നിങ്ങളുടെ ഫോക്കസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി വരും. പറ്റ ടൈമിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് വരും ചെയ്യും, നിങ്ങളെ ഡിസ്ട്രാക്ട് ആക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇതിനെപ്പറ്റി അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഒരു ബ്രേക്കിന് ശേഷം എടുക്കുന്നൊരു വീഡിയോ ആണിത്. പിന്നീട് പ്ലാൻ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ വീഡിയോസൊക്കെ ഞാൻ പറയാം. അപ്പം താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുക, ലൈഫ് അടിപൊളിയാക്കുക. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.